നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, US ആയിട്ട് വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എന്താക്കാം മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റിൻ്റെ ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സബ്സ്ക്രൈബർ ചോദിച്ചെന്ന് കഴിഞ്ഞാൽ ഹോം കെയർ ജോലിയിലേക്ക് കയറാൻ എക്സാം പാസ്സാവണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹോം കെയറിലേക്ക് എക്സാം പാസ്സാവണം. നിങ്ങൾ ഏത് എമിറേറ്റ്സിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങളിപ്പോൾ ദുബായിലേക്കാണെങ്കിൽ DHA വേണം, ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം. അല്ല നിങ്ങളിപ്പോൾ ഷാർജ, ഫുജറ, അജ്മാൻ ആ ഒരു എമിറേറ്റ്സിലൊക്കെയാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ MOH വേണം. അല്ല ഇപ്പോൾ അബുദാബി, അലൈൻ അങ്ങനത്തെ ഏരിയയിലൊക്കെ ആണെങ്കിൽ DOH എന്ന് പറയുന്ന ഒരു ലൈസൻസ് വേണം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഏതിലേക്കാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ലൈസൻസ് മസ്റ്റായിട്ട് വേണം. അല്ലാണ്ട് നിങ്ങൾ വന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഒരു മെയ്ഡിന്റെ പണി, മെയ്ഡല്ല ഒരു കെയർ ടേക്കറുടെ പണിയായിരിക്കും എടുക്കേണ്ടി വരിക. അതിനും ചാൻസ് കുറവാണ്. എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം അവിടേക്കും ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഓൾറെഡി പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ കുറേ അവിടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പുതിയ പുതിയ സ്റ്റാഫിനൊന്നും അധികമായി ഹയർ ചെയ്യുന്നില്ല. അതാണെങ്കിൽ ഇപ്പോൾ ലൈസൻസ് ഇമ്പോർട്ടൻ്റ് ആയി, ഇപ്പോൾ മസ്റ്റായിട്ട് ലൈസൻസ് വേണം എന്നുള്ളൊരു ഇതിലേക്ക് പോയിട്ടുണ്ട്, ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈസൻസ് ഇല്ലാണ്ട് എന്തിരിക്കുന്നു, ഹോം കെയറിൽ പോലും ജോലി ചാൻസ് വളരെയേറെ കുറവാണ്. നിങ്ങൾ ഹോം കെയറാ നോക്കണമെങ്കിൽ ഉറപ്പായിട്ടും DHA നിങ്ങൾ ഏതാണുള്ളതെങ്കിൽ ആ എക്സാം എഴുതി, പ്രോമെട്രിക് എക്സാം എഴുതിയിട്ട് എന്ത് ചെയ്യുക, ലൈസൻസും കാര്യങ്ങളും എടുത്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉറപ്പായും. ഹോം കെയറിൽ ഇഷ്ടംപോലെ വേക്കൻസികൾ ഉണ്ട്. ലെസ് സാലറി ആണ്. അങ്ങനെ ലെസ് സാലറി എന്ന് പറഞ്ഞാൽ വളരെ കുറവല്ല. ഒരു 4000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4000 to 5000 ഉള്ളിലാണ് സാലറി. നിങ്ങൾ അത്രയും സാലറിയിലൊക്കെ വില്ലിങ് ആണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ജോലി ഹോം കെയറിൽ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്തിക്കാം വേറെ ഹോം കെയറിലേക്ക് മാറാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലോ ക്ലിനിക്കോ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിലേക്ക് നിങ്ങൾക്ക് മാറാം. പക്ഷെ ലൈസൻസ് ഒരു മെയിൻ ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പോൾ ലൈസൻസ് എന്തായാലും വേണം കേട്ടോ. ലൈസൻസ് ഇല്ലാണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതാണ് ആ സബ്സ്ക്രൈബറുടെ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്നുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് അറിയണമെങ്കിൽ ഉറപ്പായും മെസ്സേജ് അയക്കണം. ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അറിയില്ലാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.